ഇന്ന് ലോട്ടറി ഏജൻറ്റ്സ് ആൻഡ് സെല്ലേഴ്സ് ഫെഡറേഷൻ്റെ സംസ്ഥാന പഠന ക്യാമ്പ് പറശ്ശിനിക്കടവ് വിസ്മയ പാർക്ക് ഹാളിൽ നടക്കുകയുണ്ടായി. ആ പാർക്കിൽ ചേർന്ന സംസ്ഥാന പഠന ക്യാമ്പ് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്ത് അംഗീകരിച്ച പ്രമേയത്തെ തുടർന്നാണ് ലോട്ടറി മേഖലയിലെ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സമരം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. ഈ പ്രശ്നങ്ങളടങ്ങിയ ഒരു നിവേദനം മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് രാജ്യം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു സമരം തലസ്ഥാന നഗരിയിൽ നടക്കുകയാണ്. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് ഉത്തരവാദിയായ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ജനകീയ പോരാട്ടം. രാജ്യം സമീപകാലത്ത് കണ്ട സമരത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ ജനകീയ അംഗീകാരം നേടിയെടുക്കാൻ കഴിഞ്ഞ ജനങ്ങൾ കേന്ദ്ര സർക്കാരും അതിൻ്റെ പോലീസും അർദ്ധസേനകളും സമരക്കാരായ വിദ്യാർത്ഥികളെ അടിച്ചമർത്തുമ്പോൾ, പെല്ലറ്റ് ഉപയോഗിച്ചുകൊണ്ട് വെടിവെക്കുമ്പോഴും ലാത്തി കൊണ്ട് അടിച്ചിടുമ്പോഴും കൂടുതൽ വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും അതിനെ പിന്തുണച്ചുകൊണ്ട് രക്ഷിതാക്കളും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കലാ കായിക മേഖലയിലെ പ്രതിഭകളും അണിനിരക്കുകയാണ്. ആ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന പ്രമേയവും ലോട്ടറി ഏജൻറ്റ്സ് ആൻഡ് സെല്ലേഴ്സ് ഫെഡറേഷൻ CITU സംസ്ഥാന പഠന ക്യാമ്പ് അംഗീകരിച്ചിട്ടുണ്ട്. ആ സമരം ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പൊതുവികാരത്തെ അടിസ്ഥാനമാക്കി ഉണ്ടായിട്ടുള്ള ഒന്നാണ്. ആ സമരം വിജയിപ്പിക്കേണ്ടത് ഈ നാടിൻ്റെ ആവശ്യമാണ്. ഏതാണ്ട് 154 പരീക്ഷകൾ, അതിൻ്റെ ചോദ്യപേപ്പറുകൾ ഇക്കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ചോർന്നു പോയിട്ടുണ്ട്. ചോർന്ന പരീക്ഷാ ചോദ്യപേപ്പറുകൾ വാട്സപ്പിലൂടെയും മറ്റും വിൽപ്പന നടത്തി പണം സമ്പാദിച്ച ഒരു കൂട്ടം ആളുകളുമുണ്ട്. മറുഭാഗത്ത് 22 വിദ്യാർത്ഥികളാണ് ജീവൻ ഒടുക്കിയത്. കേരളത്തിൽ ജീവൻ ഒടുക്കിയ ഒരു വിദ്യാർത്ഥിനി കാസർഗോഡ് സ്വദേശിനിയാണ്. ഇവരുടെ എല്ലാം രക്ഷിതാക്കളുടെ ഒരേ വികാരമാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നത്. ചർച്ചയുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ഈ ചർച്ചയെ തുടർന്ന് അടിയന്തരമായും ഒരു നടപടിയാണ് വേണ്ടത്. അല്ലാതെ പുഴുക്കളെപ്പോലെ വിദ്യാർത്ഥികളെ മർദ്ദിച്ചൊതുക്കുകയല്ല വേണ്ടത്. ഇത് ഗൗരവമായ ഒരു വിഷയമാണ്. നോട്ട് നിരോധന കാലത്ത് പുതിയ കറൻസി അച്ചടിച്ചപ്പോൾ അച്ചടിച്ച സമയത്ത് തന്നെ കള്ളനോട്ടുകൾ നാട്ടിൽ എത്തിയിരുന്നു. അതുപോലെയാണ് ലോട്ടറിയുടെ സുരക്ഷയ്ക്കായി നിരവധി സംവിധാനം ഒരുക്കി. ബാർകോഡ് മാത്രമല്ല, മറ്റു നിരവധി സംവിധാനങ്ങൾ ഒരുക്കി. അത് ഓരോന്നിനെയും മറികടക്കാനുള്ള സാങ്കേതിക വിദ്യ വ്യാജ ലോട്ടറി നിർമ്മിക്കുന്നവരുടെ ഭാഗത്ത് നിന്നുണ്ടാവുകയാണ്. കുന്നംകുളത്ത് സംഭവിച്ചത് ലോട്ടറിയുടെ അതേ മാതൃകയിൽ ഫോട്ടോസ്റ്റാറ്റ് ലോട്ടറി ആയിട്ടുള്ള ഒന്നാണ് ഹാജരാക്കിയത്. ബാർകോഡിൽ പോലും അത് തെളിഞ്ഞില്ല. പക്ഷെ സംശയം തോന്നി. ആലപ്പുഴയിലാണ് ആ ടിക്കറ്റ് വിൽപ്പന നടന്നത്. യഥാർത്ഥ ലോട്ടറിയുടെ ഉടമ സമ്മാനത്തിന് വേണ്ടി ടിക്കറ്റ് ഹാജരാക്കി. അപ്പോഴാണ് കുന്നംകുളം സ്വദേശിയുടെ വ്യാജ ടിക്കറ്റ് കൂടി വരുന്നത്. യഥാർത്ഥത്തിൽ വ്യാജ ടിക്കറ്റ് ആദ്യം വന്നിരുന്നുവെങ്കിൽ, അത് വ്യാജമാണെന്ന് തെളിഞ്ഞിരുന്നില്ല എങ്കിൽ ആ ആൾക്ക് പൈസ കൊടുത്തേനെ. അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് മ്യൂസിയം പോലീസിൽ പരാതി കൊടുത്ത് ഒരു കേസ് എടുത്തത്.
അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യം ഇത്തരത്തിലുള്ള വ്യാജന്മാരുടെ വരവ് തടയാൻ ശാസ്ത്രീയമായ കാര്യക്ഷമമായ എന്താണോ സാങ്കേതികമായി കണ്ടെത്തേണ്ടത് അത് കണ്ടെത്തുക തന്നെ വേണം. 1 കോടി ടിക്കറ്റാണ് ഒരു ദിവസം വിൽക്കുന്നത്. അത് 2 ലക്ഷത്തോളം വരുന്ന ലോട്ടറി തൊഴിലാളികളുടെ വിയർപ്പിൻ്റെ വിലയാണ് അത് വിറ്റ് കിട്ടുന്ന പണം. അത് സർക്കാരിലേക്ക് എത്തുന്നു. സർക്കാർ നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ആ പണം ഉപയോഗിക്കുന്നു. തൊഴിലാളികൾക്ക് കമ്മീഷനിലൂടെ ജീവിക്കാനുള്ളൊരു വകയാവുന്നു. ഒപ്പം സമ്മാനാർഹരായ ആളുകൾക്ക് പണവും ലഭിക്കുന്നു. അതുകൊണ്ട് ലോട്ടറിയുടെ വിശ്വാസ്യത സംരക്ഷിക്കാൻ കഴിയും വിധത്തിലുള്ള കാര്യക്ഷമമായ നടപടിയാണ് ഈ കാര്യത്തിൽ വേണ്ടത്. ഓക്കെ. അതിലിപ്പോ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് സമരം ആഹ്വാനം ചെയ്തിട്ടുള്ളതും നടന്നു വരുന്നതും. ഇന്നലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ സമരം എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലെയും കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്കുള്ള മാർച്ച് നടക്കുകയുണ്ടായി. ഇന്ന് SFIയും DYFIയും ചേർന്നുകൊണ്ടുള്ള ഉപവാസ സമരം തിരുവനന്തപുരത്ത് നടക്കുന്നു. 27-ാം തീയതി മറ്റ് 13 ജില്ലകളിലും നടക്കും. തുടർന്ന് ആഗസ്റ്റ് മാസം തുടർച്ചയായ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കും. കേരളത്തിൽ നിന്ന് യുവജന വിദ്യാർത്ഥി സംഘടനകൾ ഡൽഹിയിലേക്ക് സമരത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഐക്യദാർഢ്യം രേഖപ്പെടുത്തിക്കൊണ്ട് അനിശ്ചിതകാലം സമരം സംഘടിപ്പിക്കാൻ വേണ്ടി ഇന്നു മുതൽ ട്രെയിൻ വഴി യാത്ര ചെയ്യുകയാണ്. CIT ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇതിന് ഐക്യദാർഢ്യം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. ഡൽഹിയിൽ CITU അടക്കമുള്ള സംഘടനകൾ, കർഷക സംഘം, കർഷക തൊഴിലാളി യൂണിയൻ ഉൾപ്പെടെയുള്ള മഹിളാ അസോസിയേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനകളും ക്ലാസ് ആൻഡ് മാസ് ഓർഗനൈസേഷൻ്റെ നേതൃത്വത്തിലുള്ള ഐക്യദാർഢ്യ സമരം സംഘടിപ്പിക്കുന്നുണ്ട്. ലോട്ടറി ഏജൻറ്റ്സ് ആൻഡ് സെല്ലേഴ്സ് ഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ ആഗസ്റ്റ് മാസം നടത്തുന്ന സമരത്തിന് ശേഷം ഈ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരായിട്ടുള്ള സമരം തുടരുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള സമരം സംഘടിപ്പിക്കുക തന്നെ ചെയ്യും.